ലെ മുതിർന്ന നേതാവാണെന്ന് നമുക്കറിയാം. ശ്രീ വാസു ആണെങ്കിലും CPM-ലെ മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുടെ അടുത്ത ആളുമാണ്. അവരിലേക്ക് അന്വേഷണം എത്തുന്നത് ആശ്വാസകരമാണ്. അവർ കുറ്റക്കാരാണോ ഇല്ലയോ എന്ന് പറയുന്നത് കോടതിയാണ്. പക്ഷെ അന്വേഷണം അവരിലേക്ക് എത്തണം, ചോദ്യം ചെയ്യണം. കുമാർ സാർ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ദേവസ്വം ബോർഡിന്റെ അറിവും സമ്മതവും നേതൃത്വവും ഇല്ലാതെ ഇത് നടക്കില്ല എന്ന് നമുക്കറിയാം. കുമാർ സാറിനെ വ്യക്തിപരമായി അറിയാം, അദ്ദേഹത്തെ പരിചയമാണ്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇതിൽ ഉൾപ്പെടരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷേ എങ്ങനെ സ്വർണ്ണപ്പാളികൾ എന്നുള്ളത് ചെമ്പന്ത് എഴുതിയെന്നും എങ്ങനെ 39 ദിവസം ആ സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് പോയിട്ട് ചോദിക്കാതിരുന്നു എന്നും സ്വർണം പതിച്ചത് സ്വർണം പൂശിയതാക്കി മാറ്റാൻ തീരുമാനമെടുത്ത ആരാണെന്നും തുടങ്ങിയ ധാരാളം ചോദ്യങ്ങളുണ്ട്. അതിന് പത്മനാഭ സാർ ഉത്തരം പറയണം. അദ്ദേഹത്തിന് മുതിർന്ന ആളാണ്, ബഹുമാനിക്കുന്നു. പക്ഷേ ഉത്തരം പറയാതെ നമുക്ക് അയ്യപ്പനോടുള്ള ബന്ധമല്ലേ ഇവരോടുള്ള ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും പത്മനാഭ സാർ ആ കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. 2019 ജൂലൈ 20 അവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്തത് അതിന്റെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് തന്നെയാണ്. ആ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാവും. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉത്തരം പറയുക തന്നെ വേണം. പക്ഷേ ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത രാഹുൽ ഈശ്വർ കാണുന്നുണ്ടോ? അതായത് അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് ഈ ചോദ്യമുന അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ പോക്ക് അങ്ങോട്ട് എത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഞാനടക്കമുള്ളവർ, വിശ്വാസികൾ, രാഷ്ട്രീയത്തിനപ്പുറമായി ഈ വിഷയത്തെ കാണുന്നവർ, TV വന്നിരുന്നു പറയുന്നതെല്ലാം ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ എഴുതി വെച്ച കാര്യങ്ങളാണ്. അതിൽ നിന്ന് ഒരു വരി കൂടുതലോ ഒരു വരി കുറവോ പറയുന്നില്ല. അപ്പൊ ഹൈക്കോടതി ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ടെന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ദേവസ്വത്തിന്റെ ഒഫീഷ്യൽസിന് ഉത്തരവാദിത്വമുണ്ട്, ഏറ്റവും മേളിലുള്ള ഹൈറാർക്കിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നതടക്കം പറഞ്ഞിട്ടുണ്ട്. സ്വർണ്ണ കൊള്ള നടന്നുവെന്ന് ഹൈക്കോടതി എഴുതി വെച്ചിട്ടുണ്ട്. ഹീസ്റ്റ് ആൻഡ് പ്ലണ്ടർ ഹാസ് ഹാപ്പൻഡ്, അവരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന്. അതുകൊണ്ട് ഇതിന് മേളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. കാര്യം CPM നമുക്ക് എല്ലാം അറിയുന്നത് പോലെ വളരെ കേന്ദ്രീകൃത സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ്, കോൺഗ്രസ് പോലെ അല്ല. അപ്പൊ CPM-ൽ ഇത്തരത്തിലൊരു കാര്യം നടക്കണമെങ്കിൽ അവരുടെ ഉന്നത നേതൃത്വം അറിയാതെ നടക്കാൻ പറ്റില്ല എന്നാണ് പലരും പറയുന്നത്. അങ്ങനെയാണോ അല്ലയോ എന്ന് ദൈവത്തിനെ അറിയാൻ കഴിയൂ. പക്ഷെ എന്നിരുന്നാലും അന്വേഷണം തീർച്ചയായിട്ടും പോകണം. ഹൈക്കോടതി ശക്തമായ നിലപാടെടുത്ത് മുമ്പോട്ട് പോകുന്നത് വളരെ ആശ്വാസകരമാണ്. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് രാജാ വിജയരാഘവനിലും ജസ്റ്റിസ് ജയകുമാർ സാറിനും വലിയ പ്രതീക്ഷയും വിശ്വാസവുമാണ്. അവരിതിന്റെ സത്യം വെളിയിൽ കൊണ്ടുവരും. എത്ര ഉന്നതരാണെങ്കിലും അവർ പിടിക്കപ്പെടണമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഈശ്വർ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം നേരത്തെയൊക്കെ രാഹുൽ വളരെ ശക്തമായി ഇതിൽ കൃത്യമായ പങ്ക് ഇവർക്കൊക്കെ ഉണ്ട് എന്നുള്ള സൂചന നൽകിക്കൊണ്ടുള്ള സംസാരമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയല്ല, വളരെ ബ്ലണ്ടായിട്ട് പറഞ്ഞാലേ നമുക്ക് പറയുമ്പോൾ ഹൈക്കോടതിയുടെ വിധിയിൽ ബേസ് ചെയ്ത് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. ഹൈക്കോടതിയുടെ വിധിയിൽ ദേവസ്വത്തിന് ഉത്തരവാദിത്വവും നേതൃത്വവും ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ മിനിസ്റ്റർ അടക്കമുള്ള സ്ഥാനങ്ങളെ കുറിച്ച് ഹൈക്കോടതി വിധി എഴുതിയിട്ടില്ല. പക്ഷെ സുഭാഷ് കപൂർ അടക്കമുള്ള അന്താരാഷ്ട്ര മാനങ്ങളുള്ളവരിലേക്ക് ഇത് പോകണമെങ്കിൽ അതിന് മേലിലുള്ളവർ, ദേവസ്വം ബോർഡിന് മേലിലുള്ളവർ വേണം. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വിൽക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ശ്രീ കടകംപള്ളിയെ വ്യക്തിപരമായിട്ട് അറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ അന്വേഷണം അവരിലേക്ക് പോകണം. യഥാർത്ഥത്തിൽ ദേവസ്വം പത്മകുമാർ സാറാണ് ഇതിന്റെ ഏറ്റവും കോർ ആള്. പത്മകുമാർ സാർ കഴിയുമ്പോഴാണ് മേളിലോട്ട് പോകുമോ അത് അവിടെ തന്നെ നിൽക്കുമോ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ചോദ്യം ചെയ്യൽ അതുകൊണ്ട് തന്നെ പരമപ്രധാനമാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, നമുക്കതിൽ രാഷ്ട്രീയമില്ല, വിശ്വാസികൾക്ക് ആ വിഷയത്തിൽ രാഷ്ട്രീയമില്ല. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും അവരെ കൊണ്ടുവരണം, എത്ര ഉന്നതരാണെങ്കിലും. ഇപ്പോൾ ഹൈക്കോടതി എടുത്തിരിക്കുന്ന ശക്തമായ നിലപാട് കാരണം അതിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഒരു എന്താ പറയുക, ഒരു വസ്തുത ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ പറയുമ്പോൾ അളന്നു മുറിച്ച് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യ ദിവസം മുതൽ ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ വ്യക്തിയുള്ള ഒരാളാണ് ഞാൻ. കാര്യം ആ കേസ് പഠിച്ചാൽ ഉണ്ണികൃഷ്ണന് തെറ്റുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായ നടപടികൾ ഉണ്ടാകണം. ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം, ഇന്നേ വരെ ശബരിമലയുടെയോ കേരളത്തിന്റെയോ ചരിത്രത്തിലൊരു ദേവസ്വം അറസ്റ്റ് ചെയ്തിട്ടില്ല.